ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലേക്ക് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖകളും ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ 2024 ആഗസ്റ്റ് 31 5 മണി വരെ നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇന്റർവ്യൂ 2024 സെപ്റ്റംബർ 10 രാവിലെ 10 മണിക്ക് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നടക്കുന്നതായിരിക്കും. അപേക്ഷകർ ബയോഡേറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖകളും സഹിതം നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. 20-ലധികം അപേക്ഷകൾ വന്നാൽ ഇന്റർവ്യൂ കൂടാതെ എഴുത്തു പരീക്ഷയും നടത്തുന്നതാണ്. തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് കേരള ഗവൺമെൻറ് അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ്. പ്രതിമാസ വേതനം 14,700 രൂപയാണ് ലഭിക്കുക. ഉയർന്ന പ്രായപരിധി 19/8/2024 40 വയസ്സ് കവിയരുത്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. അപേക്ഷാ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പിന് കീഴിലുള്ള ആശുപത്രിയിലേക്കും മറ്റു പദ്ധതികളിലേക്കുമായി ഹോമിയോ ഫാർമസിസ്റ്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും ഫോട്ടോയും സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ ഇവയുടെയെല്ലാം സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ 2024 സെപ്റ്റംബർ 4 5 മണി വരെ തപാൽ വഴിയോ നേരിട്ടോ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. ഇന്റർവ്യൂ 2024 സെപ്റ്റംബർ 11 10 മണിക്ക് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നടക്കുന്നതായിരിക്കും. അപേക്ഷകർ ബയോഡേറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖകളും സഹിതം നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഇന്റർവ്യൂ തീയതിയിൽ മാറ്റം വന്നാൽ ഇമെയിൽ മുഖാന്തരം അറിയിക്കുന്നതായിരിക്കും. ഫാർമസിസ്റ്റ് ഹോമിയോ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് CCP അല്ലെങ്കിൽ NCP അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. പ്രതിമാസ വേതനം 14,700 രൂപയാണ് ലഭിക്കുക. ഉയർന്ന പ്രായപരിധി വരുന്നത് 40 വയസ്സാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ പാലക്കാട് ജില്ലയിലെ വിവിധ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് 31/8/2024 വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പാലക്കാട് കൽപ്പാത്തി ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷന്റെ ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. ആദ്യം മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇന്റർവ്യൂ നടക്കുന്നത് രാവിലെ 10 മണിക്കാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ആണ്. കൂടാതെ കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ശമ്പളം 15,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി വരുന്നത് 22/8/2024 40 വയസ്സ് കവിയരുത്. അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ പരമാവധി 10 വർഷം വരെ ഇളവ് അനുവദിക്കുന്നതാണ്. അടുത്തത് യോഗ ഇൻസ്ട്രക്ടർ പോസ്റ്റാണ്. ഇന്റർവ്യൂ നടക്കുന്നത് രാവിലെ 11 മണിക്കാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മിനിമം 1 ഇയർ ഡ്യൂറേഷനിലുള്ള PG ഡിപ്ലോമ ഇൻ യോഗയാണ്. അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് ബൈ സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിൽ നിന്നും 1 ഇയർ ഡ്യൂറേഷനിലുള്ള യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. കൂടാതെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BNYS, BAMS, MSc യോഗ, MPhil യോഗയുള്ളവരെയും പരിഗണിക്കുന്നതായിരിക്കും. ശമ്പളം 14,000 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി വരുന്നത് 22/8/2024 50 വയസ്സ് കവിയരുത്. അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ പത്തനംതിട്ട ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആദ്യം മൾട്ടിപർപ്പസ് വർക്കർ പോസ്റ്റിലേക്ക്
പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ഉണ്ടായിരിക്കണം. കൂടാതെ കേരള ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള DCAയും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ടൈപ്പ് റൈറ്റിംഗും ആവശ്യമാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 23/8/2024 40 വയസ്സ് കവിയാൻ പാടില്ല. മന്ത്ലി റെമ്യൂണറേഷൻ 13,500 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് മൾട്ടിപർപ്പസ് വർക്കർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ANOയും DCAയുമാണ്. കൂടാതെ ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിലുള്ള ടൈപ്പ് റൈറ്റിംഗും ഉണ്ടായിരിക്കണം. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 23/8/2024 40 വയസ്സ് കവിയരുത്. ശമ്പളം 13,500 രൂപയാണ് ലഭിക്കുക. അടുത്തത് മൾട്ടിപർപ്പസ് വർക്കർ കം ക്ലീനിങ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. വേക്കൻസി എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 23/8/2024 40 വയസ്സ് കവിയരുത്. മന്ത്ലി റെമ്യൂണറേഷൻ 10,500 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തപാൽ വഴിയോ നേരിട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തപാൽ വഴി അപേക്ഷ സമർപ്പിക്കുവാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്തതിന് ശേഷം 5/9/2024 മുൻപായി ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ്, നാഷണൽ ആയുഷ് മിഷൻ, ഒരുക്കൊമ്പിൽ ബിൽഡിംഗ്, 2nd ഫ്ലോർ, മേലെ വെട്ടിപ്പുറം, പത്തനംതിട്ട 6894645 എന്ന വിലാസത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വർക്കിംഗ് ഡേയ്സിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ഏജ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.